ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ മൊബൈലിന്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട് അല്ലെ, പ്രത്യേകിച്ച് സെൽഫി എടുക്കുക അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുക, അതൊക്കെ നമുക്ക് സ്ഥിരം പതിവാണ്. പക്ഷെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന നമ്മൾ ഈ ഒരു ക്യാമറ ഉണ്ടല്ലേ, ക്യാമറ ചില്ലറക്കാരനുണ്ട്, വളരെ രഹസ്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം കുറേ ഉപയോഗങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ക്യാമറ കൊണ്ടുണ്ട്. അപ്പോൾ അത് എന്തെല്ലാമാണെന്നുള്ളത് മുഴുവനായിട്ട് മനസ്സിലാവണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. പിന്നെ മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണില്ല, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇവിടെ നമ്മൾ മൊബൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്യാമറ കാണാം അല്ലേ. ഈ ക്യാമറയിലാണ് നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാമറ നിങ്ങൾക്കായിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്യാമറയിൽ നമുക്ക് താഴെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എന്നുള്ള മോഡിലേക്ക് മാറ്റാം. പിന്നെ നമുക്കിവിടെ വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ മോഡിലേക്കൊക്കെ മാറ്റാൻ പറ്റും. പക്ഷേ ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഇതല്ല കാര്യം. ഇവിടെ നമുക്ക് ഇതേപോലെ നമുക്ക് താഴെ ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ അല്ലേ, ഗൂഗിൾ ക്രോം, ആ ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഓപ്ഷൻ കാണാം. കണ്ടില്ലേ, ഇവിടെ ഒരു ക്യാമറയുടെ ഒരു ലെൻസിൻ്റെ അതാണ് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ ഒരു ക്യാമറ തന്നെയാണത്. ഇത് നേരെ കണക്ട് ആവുന്നത് നമ്മുടെ ക്യാമറയിലേക്കാണ് കണക്ട് ആവുന്നത്. ഇവിടെ ടോപ്പിൽ ഒരു ക്യാമറ കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാനൊക്കെ സാധിക്കും. പക്ഷേ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ നോക്കൂ, ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ്, ഇവിടെ ഇൻഡിഗോ ഒരു പൗഡറിൻ്റെ ഒരു ബോക്സ് ആണ്, ഒരു എം ടി കാലി ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ താഴെ ഒരു സ്കാനിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നില്ലേ, റൗണ്ടിൽ സ്കാന്, അവിടെ ഒന്ന് നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. ഇതുപോലുള്ള ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് താഴെ, ഇപ്പോൾ നമ്മൾ ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ഓപ്ഷനിലാണ്, താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇവിടെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതും ഇത് എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുക എന്നുള്ളതും ഇതിൽ എന്തെല്ലാം കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ഓർഗാനിക് ആണോ എന്നുള്ളത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇനിയും ഓപ്ഷൻസ് ഉണ്ട്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടെ നമുക്ക് വിസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന നേരെ ഫ്ലിപ്കാർട്ടിലേക്കാണ് ഈ സൈറ്റ് പോകുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എന്താണ്, അതിൻ്റെ റേറ്റ് എത്രയാണ് വരുന്നത്, എത്ര ദിവസം കൊണ്ട് അത് നമുക്ക് ഷിപ്പ് ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ലേബിൾ മാത്രം കിട്ടിയാൽ നമുക്കതൊന്ന് സ്കാൻ ചെയ്തത് കണ്ടില്ലേ, താഴേക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കമ്പനീസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏതാ കമ്പനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ഞാൻ കാണിച്ചു തരാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഇനിയും ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആദ്യം സെർച്ച് ചെയ്ത് ഞാൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ട്രാൻസ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് ഡിറ്റക്ട് ലാംഗ്വേജ് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷ് തന്നെ കിടക്കട്ടെ. ഇവിടെ നമ്മൾ ട്രാൻസ്ലേറ്റ് മലയാളം എന്നുള്ളത് മുകളിൽ നിന്ന് മാറ്റി കൊടുക്കുക. കണ്ടോ, ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് വായിച്ചെടുക്കാൻ പറ്റും. മലയാളത്തിൽ തന്നെ വളരെ ഈസി ആയിട്ട് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഈ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ്റെ ഗുണം. അപ്പോൾ ഇത് രണ്ടാമത്തെ ഓപ്ഷനാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട്, ഈ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്കിതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ മലയാളത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി ഞാൻ മറ്റൊരു ഓപ്ഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നേരത്തെ ഈ പ്രൊഡക്റ്റ് എടുത്ത പോലെ തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു ചെടിയാണത്. ഈ ചെടി ഞാൻ ഇതുപോലെ ഒന്ന് സൂം ചെയ്തിട്ട് ഞാനൊന്ന് സെർച്ച് കൊടുക്കുകയാണ്. ഈ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ചെടി ഏതാണെന്നുള്ള പേര് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇതേപോലെ അറിയാത്ത ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താണെന്നുള്ളതും അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം എന്താണെന്നുള്ളതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നേരെ വിക്കിപീഡിയൻ്റെ സൈറ്റൊക്കെ ഇവിടെ വരുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെടി ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്നുള്ളതും അത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കണമെങ്കിൽ എത്ര രൂപ വരുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലുള്ള നിങ്ങൾക്ക് ഏത് ടൈപ്പ് പ്രൊഡക്ട്സ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് ഗൂഗിൾ ലെൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് വേണം നമുക്ക് ലെൻസ് എടുക്കണമെങ്കിൽ. അതിന് ഒരു ഷോർട്ട് കട്ട് മാർഗം കൂടി ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹോം സ്ക്രീനിൽ, മൊബൈലിൻ്റെ ഹോം സ്ക്രീനിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. വിഡ്ജറ്റ്സ് എന്നുള്ളത് മറന്നു പോയത്, വിഡ്ജറ്റ്സ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ മെനൂസ് കാണിക്കുന്നുണ്ട്. അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ക്രോം ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ക്രോം ഷോർട്ട് കട്ട്സ്. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നേരെ അത് ആഡ് ആവും. ഇനി നമുക്ക് അവിടെ ക്യാമറയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത് മേടിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇത് പ്ലാന്റിൻ്റെ കാര്യം മാത്രമല്ല, ഏത് ടൈപ്പ് ഒരു ഫോണാണെങ്കിലും അതിൻ്റെ ഒരു കവർ കിട്ടിയാൽ, ഏതൊരു പ്രൊഡക്റ്റിൻ്റെതാണെങ്കിലും അതിൻ്റെ ഒരു കവർ കിട്ടിയാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് വായിച്ചെടുക്കുവാനും നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും.
ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ക്യാമറയുടെ കാര്യം, ഈ ക്യാമറയിൽ ഇത് മാത്രമല്ല ഇനിയും രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം നിങ്ങൾക്കായി ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടത്തില്ല ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഹൈലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.